ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണയുടെ അവസാന മണിക്കൂർ 142. ദൈവപിതാവ്. ഭൂമിയിൽ വസിക്കുന്ന പ്രിയമക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പിതാവാണ്. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാനായി ഞാൻ വന്നിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, ഉണർന്നിരുന്ന് വിവേചനത്തിൻ്റെ വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം തങ്ങൾക്കുണ്ടാകുന്ന ആത്മീയ ദർശനങ്ങളും സന്ദേശങ്ങളും എല്ലാം എന്നിൽ നിന്നാണെന്ന് പലരും അവകാശപ്പെടുന്നു. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് നടിക്കുന്ന അനേകരുണ്ട്. ഇത്തരം വ്യാജ അവകാശവാദങ്ങൾ കൊണ്ടും തങ്ങൾ തന്നെ മെനഞ്ഞെടുത്ത കഥകൾ കൊണ്ടും സാത്താനും അവൻ്റെ അനുചരന്മാരും അനേകരെ വഞ്ചിക്കുന്നു. അനേകർ തെറ്റായ വിധത്തിൽ തങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ മക്കളെ ആശയക്കുഴപ്പത്തിൽ വീഴിക്കുകയും ചെയ്യുന്നു. ഇത്തരക്കാർ സ്വയം ഉയർത്തുകയും അഹങ്കാരം എന്ന പാപം കൊണ്ട് കബളിപ്പിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു. അവരിൽ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലുമുണ്ട്. സമയത്തിൻ്റെ ആരംഭം മുതൽ തന്നെ മനുഷ്യരാശി ലൂസിഫറിനാലും അവൻ്റെ പൈശാചിക അനുചരന്മാരാലും വഴിതെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ എന്നെ അനുകരിച്ചുകൊണ്ട് സത്യം പറയുന്നതിൻ്റെയും എന്നാൽ അതേസമയം സത്യത്തെ വളച്ചൊടിക്കുന്നതിൻ്റെയും ഇടയിലുള്ള നേർത്ത വരമ്പിലൂടെ നടന്നുകൊണ്ടാണ് പ്രഘോഷണം നടത്തുന്നത്. സംഭവിക്കാനുള്ളവയെക്കുറിച്ചെല്ലാം ഞാൻ തിരുവചനങ്ങളിലൂടെയും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകരിലൂടെയും വിശുദ്ധരിലൂടെയും സംസാരിക്കുകയും കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്താകട്ടെ ലൂസിഫറിൻ്റെ അനുയായികളും പിശാചുക്കളും എൻ്റെ മക്കളെ ആശയക്കുഴപ്പത്തിലേക്കും നാശത്തിലേക്കും നയിക്കുന്നു. അങ്ങനെ സംക്ഷോഭങ്ങളും സന്ദേഹങ്ങളും ഉടലെടുക്കുന്നു. എൻ്റെ പുത്രൻ അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ ഓർക്കുക. ഇക്കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ സമയം അടുത്തെത്തിയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് ഈ തലമുറ കടന്നു പോവുകയില്ല. അതെ, എൻ്റെ വാക്കുകൾ ഒരിക്കലും കടന്നു പോകില്ല. എന്നാൽ ആ ദിവസമോ മണിക്കൂറോ ആരും, സ്വർഗത്തിലെ മാലാഖമാരോ എൻ്റെ പുത്രൻ പോലുമോ അറിയുന്നില്ല. ഞാൻ മാത്രം അത് അറിയുന്നു. നിങ്ങളെ സുഖിപ്പിക്കാനായി നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുന്നവർ നിങ്ങളെ കബളിപ്പിച്ച് വഞ്ചിക്കാതിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രം. ഇപ്പോൾ തന്നെ ഒരുങ്ങിയിരിക്കുക. അനേകം മരിയൻ പ്രത്യക്ഷീകരണങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുടെ തീയതിയോ സമയമോ നോക്കിയിരിക്കരുത്. മറിച്ച് ആത്മീയമായും വ്യക്തിപരമായും നിങ്ങൾ ഒരുങ്ങണം. എല്ലാ പാപങ്ങളെയോർത്തും അനുതപിക്കുകയും ഹൃദയപൂർവ്വം എന്നിൽ നിന്ന് പാപമോചനം യാചിക്കുകയും ചെയ്യുക. പ്രാർത്ഥിക്കുകയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും അകന്നു മാറുകയും ചെയ്യുക. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെ മാത്രം അന്വേഷിക്കുക. സ്വർഗം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളെ, അനേകം മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ വഴി മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടിരുന്നു. എന്നാൽ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ അതെല്ലാം മൂടിവയ്ക്കുകയാണ് ചെയ്തത്. എന്നെ ശുശ്രൂഷിക്കാനായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച അനേകരുടെ വൈദികരും ആത്മായരുമടക്കം ഹൃദയങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരുന്നതിനായി പ്രാർത്ഥിക്കുക. എൻ്റെ പല വിശുദ്ധരും ഈ കാലങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ വിശ്വാസികളുടെ ചെവികൾ അടഞ്ഞു തന്നെയിരിക്കുന്നു. എൻ്റെ മക്കൾ തങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാവരെയും എൻ്റെ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. യഥാർത്ഥമായ വിവേചനത്തിൻ്റെ വിശുദ്ധ വരങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക. അത് എല്ലാവർക്കും നൽകപ്പെടും. എൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാർത്ഥമായ അപേക്ഷയ്ക്കും ക്ഷണത്തിനുമായി കാത്തു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവും പരിശുദ്ധ കന്യകയും നയിക്കുന്ന ശക്തമായ ഒരു വിശുദ്ധ സൈന്യത്തെ ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈന്യത്തിലെ വിശുദ്ധരായ പോരാളികൾ ഇതാ തുനിഞ്ഞിറങ്ങുകയാണ്. ഈ കാലഘട്ടത്തെ മനസ്സിലാക്കുകയും പാപം നിറഞ്ഞ ഈ ലോകത്തെ ഉണർത്താനായി മുന്നോട്ട് വരികയും ചെയ്യുന്ന ആയിരക്കണക്കായ സ്ത്രീ പുരുഷന്മാരെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. തിന്മയും അന്ധകാരവും തങ്ങളുടെ ആയുധങ്ങളായ വെറുപ്പ്, വഞ്ചന, നുണ, അധികാരം, വ്യാജ വാഗ്ദാനങ്ങൾ എന്നിവയുടെ സഹായത്താൽ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഞാൻ അവരെ ഈ കാലത്തേക്കായി ഒരുക്കുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു ഉറച്ച തീരുമാനം എടുക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പിതാവ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സ്വഭാവം മാറ്റണമെന്നാണ്.
കാലം കൊണ്ട് ഉറച്ചുപോയ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് നിങ്ങളെങ്കിൽ അത് എനിക്ക് സമർപ്പിക്കുക. നിങ്ങളെ അഹങ്കാരമെന്ന മഹാപാപത്തിലേക്ക് വീഴാൻ ഇടവരുത്തുന്നതോ നിങ്ങൾക്ക് എല്ലാം അറിയാം എന്ന ചിന്തയിലേക്ക് നയിക്കുന്നതോ ആയ വികാരങ്ങളാൽ വഴിതെറ്റിക്കപ്പെടാൻ വേണ്ടി ഒരിക്കലും സ്വയം വിട്ടുകൊടുക്കാതിരിക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ, സ്വന്തം സഹോദരി സഹോദരന്മാരെക്കുറിച്ച് മുറുമുറുക്കുന്നവർ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യോചിതമല്ലാത്ത പെരുമാറ്റങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന പിശാചിനെ നിശബ്ദനാക്കാൻ കഴിയും. തങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സഹോദരരെ അംഗീകരിക്കാൻ സാധിക്കാത്തവരോട് ഞാൻ പറയുന്നു, തങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ അവർക്ക് കഴിയാത്തിടത്തോളം കാലം അവർ ആ സഹോദരരുടെ വ്യക്തിത്വത്തെയും പെരുമാറ്റ രീതികളെയും അവരോടുള്ള സ്നേഹത്തോടൊപ്പം എനിക്ക് സമർപ്പിക്കട്ടെ. ഓരോരുത്തർക്കും അവരവരുടേതായ വഴികളാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഇടയിൽ സമാധാനം പുലരാൻ നിങ്ങൾ ശ്രമിക്കണം. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിലായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എവിടെ സമാധാനം ഇല്ലയോ അവിടെ ശത്രുക്കളുടെ ശത്രു രംഗപ്രവേശം ചെയ്യുകയും തൻ്റെ ലക്ഷ്യം സാധിച്ചെടുക്കുവോളം സ്വസ്ഥത കവർന്നെടുക്കുകയും ചെയ്യും. പിശാചിൻ്റെ ലക്ഷ്യം ഭിന്നത സൃഷ്ടിക്കുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള ഭിന്നതയും ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കണം. ക്ലേശകരമായ കാലങ്ങളാണ് വരുന്നത് എന്നോർക്കുക. എല്ലാത്തിനെയും അതിജീവിക്കാൻ നിങ്ങൾ സമാധാനത്തിൻ്റെ മനുഷ്യരായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്.